അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം ഒരുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഒരു ഉണർന്ന് ഡ്രോണൊക്കെ വെച്ചുള്ള പരിശോധന ഉൾപ്പെടെ ഉണ്ടായത്. നമ്മൾ കാണുന്നത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് വീഴ്ചകൾ ആദ്യഘട്ടത്തിൽ സംഭവിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് വേറെ ന്യായീകരണമൊന്നുമില്ല. കാരണം ഇവിടെ ഇത്തരം ഘട്ടങ്ങൾ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ വളരെ ഫലപ്രദമായി ഇടപെട്ട് പരിചയമുള്ള അനുഭവമുള്ള വകുപ്പും ഉദ്യോഗസ്ഥരുമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രസ്താവന രാജീവ് ചന്ദ്രശേഖർ നടത്തുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ് ഒരു മന്ത്രി അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ സഹായം വേണം എന്ന് പറഞ്ഞു. താൻ ഇടപെട്ടു, അങ്ങനെ സഹായങ്ങൾ ഉറപ്പുവരുത്തിയെന്നാണ്. എന്തൊരു ബോഷ്കാണെന്ന് നോക്കണം. ഇവിടെ ഏതെല്ലാം ദുരന്തങ്ങൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ആ ദുരന്തങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഫലപ്രദമായി സഹായിച്ചിട്ടില്ല. ആ സഹായങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ? സംസ്ഥാന ഗവൺമെൻറ്റിന് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമല്ലോ. കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുമല്ലോ. നമ്മളെ ഏജൻസികൾ, സംസ്ഥാന ഏജൻസികൾ എത്രമാത്രം താല്പര്യത്തോടെ ഇടപെടുന്നോ അതിലൊട്ടും കുറയാതെ, ചിലതിൽ അതിൽ കൂടുതൽ താല്പര്യത്തോടെ ഇടപെട്ട അനുഭവമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായി അവർക്കെല്ലാം ആ ഘട്ടത്തിൽ അതിന് ശേഷം നമ്മൾ അനുമോദനവും നൽകിയതാണ്. അങ്ങനെയുള്ളൊരു അനുഭവമുള്ളൊരു സംസ്ഥാനത്ത് പറയുകയാണ്, ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പിന്നീട് സഹായത്തിന് തയ്യാറായത്. എന്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ല? ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ ആവശ്യമായ കേന്ദ്ര ഏജൻസികളെല്ലാം ഇടപെടുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഘട്ടം അതിനൊന്നും ഉപയോഗിക്കേണ്ട സമയമല്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാതിരിക്കുന്നത്. അതിൻ്റെ ഘട്ടമല്ല ഇത്. ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന കുടുംബത്തെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നീടും പറയും. പ്രത്യേകമായ പരിശീലനം കൊടുത്തിട്ട് പോലീസിൻ്റെ ഭാഗമാക്കിയതാണ്. നല്ല നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായതുമാണ്. അത്തരം കാര്യങ്ങൾ കടലിൽ മാത്രമല്ല ഫോറസ്റ്റുകൾ സ്വീകരിച്ചതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ തയ്യാറാവണ്ടേ? അതല്ലേ പ്രധാനം. ആ കാര്യങ്ങൾ നമുക്ക് പിന്നീടും ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇതാണ് പ്രധാനം. കുടുംബത്തിൻ്റെ സംരക്ഷണമാണ്. അതിനാവശ്യമായ നിലവ് സ്വീകരിക്കും. അമ്മയോട് മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥർ വീടിനടുത്തേക്ക് അപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് നടപടി എന്നാണ് പറയുന്നത്. ഫിഷറീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ചർച്ച നടത്തിയ സമയത്ത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ല എന്നൊരു ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു. നീണ്ടകരയിലെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അവരെ പിന്നീട് കൊല്ലത്തേക്ക് മാറ്റി. പക്ഷെ അത് അവരുടെ വീടിൻ്റെ അടുത്താണ്. നടപടി എന്നാണ് അതിനെ പറയുകയും ചെയ്യുന്നത്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. ആരെങ്കിലും അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ചോദിക്കുമോ അങ്ങനെ ചോദ്യം? എങ്ങനെയാണ് അതിനുള്ള ധൈര്യം കിട്ടുന്നത്? അവിടെയാണ് ഏകോപനത്തിൻ്റെ പ്രശ്നം. ആ ഏകോപനം വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത.